ലോക്സഭയിൽ കോൺഗ്രസ് വിജയിച്ചു കയറുമെങ്കിലും കൊല്ലത്ത് നിയമസഭയിൽ കാര്യമായ നേട്ടമൊന്നും കഴിഞ്ഞ രണ്ട് പ്രാവശ്യം, അതായത് 2021-ലും 2016-ലും നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് 3 സീറ്റും 2 സീറ്റുമാണ്. 2016-ൽ 3 സീറ്റ്, 2021-ൽ 2 സീറ്റാണ് കൊല്ലത്ത് നിന്ന് ലഭിക്കുന്നത് UDF-ന്. നമ്മൾ 2001-ലേക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 8 സീറ്റോളം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കൊല്ലം ഇപ്പോൾ ഇത്തവണ ശ്രദ്ധാകേന്ദ്രമാകുന്നതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മുകേഷിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യം തന്നെയാണ്. അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ബിന്ദു കൃഷ്ണയാണ്. കഴിഞ്ഞ തവണ അവർ 3000-ഓളം വോട്ടുകൾക്കാണ് തോൽവി അവിടെ നേരിടേണ്ടി വന്നത്. ഇത്തവണ ബിന്ദു കൃഷ്ണ എത്രമാത്രം ഭൂരിപക്ഷം അവർക്കുണ്ടാവും? ഒന്ന്, മുകേഷ് അവിടെ MLA ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ബിന്ദു കൃഷ്ണയുടെ വിജയം ഉറപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഘടകം പ്രാവർത്തികമാക്കുകയില്ലോ എന്നറിയില്ല. രാഹുൽ ഗാന്ധി കൊല്ലത്ത് വന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും പ്രസംഗിച്ചതിൽ പ്രധാനപ്പെട്ട വാചകമുണ്ട്: ഒരു വനിത കേരള മുഖ്യമന്ത്രിയായി കാണണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ബിന്ദു കൃഷ്ണ കോൺഗ്രസ് വനിതാ നേതാക്കളിൽ സീനിയറായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണ, അങ്ങനെ 2-3 പേരാണ് ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കന്മാർ. ഏതെങ്കിലും കാരണവശാൽ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്താൽ, കാരണം ഇവർ തമ്മിലുള്ള മറ്റുള്ളവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂർച്ഛിച്ചാൽ, ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നാൽ ബിന്ദു കൃഷ്ണയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ വരാനുള്ള സാധ്യതകൾ ഇല്ലാതെ. ഈ 2 ഘടകങ്ങൾ കൊല്ലത്തെ ഒരു സ്പെഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് ബിന്ദു കൃഷ്ണ മാറ്റുന്നു. മുകേഷിനുള്ള വിരോധമുള്ള നെഗറ്റീവ് വോട്ട് ഒരു വശത്ത്, ഈ ഇപ്പുറത്ത് പോസിറ്റീവായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല മന്ത്രിയെങ്കിലുമായി ബിന്ദു കൃഷ്ണ കൊല്ലത്തുനിന്ന് ജയിച്ചു വന്നാൽ എന്നുള്ള ബോധം കൊല്ലംകാർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമായിട്ട് നല്ല ഭൂരിപക്ഷത്തിൽ ബിന്ദു കൃഷ്ണയ്ക്ക് അവിടുന്ന് ജയിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ നിലവാരം. മുകേഷിനെതിരെയുള്ള തരംഗങ്ങൾ ഉണ്ട്, അതാണ് ഒരു വശത്ത് നിൽക്കുന്നത്. അല്ല, TPMൻ്റെ ഒരു MLA എന്നിട്ട് മുകേഷ് പോക്കൃത്തരം കാണിച്ചു എന്ന് മാത്രമല്ല, ആ പോക്കൃത്തരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആരും നോക്കി. ഒരു നടപടി എടുക്കാതെ ആര് വിട്ടു? ആരാ വിട്ടത്? ഒരു നടപടി എടുക്കാതെ വിട്ടത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് വിട്ടത്. അച്ഛൻ രാഹുൽ മാങ്കൂട്ടത്തെ ഓടിച്ചിട്ട് പിടിക്കാനാണ് നോക്കിയത്. ഇത് രണ്ടും കൂടെ ജനം കമ്പയർ ചെയ്യും, ഇരട്ടത്താപ്പ് കമ്പയർ ചെയ്യും. അവിടെ UDFന് അനുകൂലമായിട്ട് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. മാത്രമല്ല, ഈ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം അല്ലെങ്കിൽ തീരദേശത്തെ ക്രൈസ്തവരുടെ പ്രവർത്തനം, തീരദേശത്തെ ലത്തീൻ കത്തോലിക്കര്, മത്സ്യത്തൊഴിലാളികൾ, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ FCR ബില്ല് അവതരിപ്പിക്കാൻ, പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും കത്തോലിക്ക സഭയ്ക്കും അതുപോലുള്ള സംഘടനകൾക്കും വരുന്ന വിദേശ നാണയത്തിൻ്റെ വരവിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തി, കേന്ദ്ര ഗവൺമെൻറ് നടത്തി. അതുകൊണ്ട് BJPയിലേക്ക് അഥവാ പോകുമായിരുന്ന പല വോട്ടുകളും, ക്രിസ്ത്യൻ വിഭാഗത്തിൽ ചില വിഭാഗങ്ങൾ BJPയോട് ചേർന്നിരുന്ന പല വോട്ടുകളും തിരിച്ച് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് വരും. അത് മാർക്സിസ്റ്റ് പാർട്ടി കിട്ടിയില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുറകെ പോയിട്ട് BJP ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാർക്കറിയാം? സാധാരണ മനുഷ്യർക്കറിയാം. അപ്പോൾ ആ പ്രയോജനം ആർക്കിവിടെ കിട്ടിയിട്ടുണ്ട്? ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് കൊല്ലത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ബഹുഭൂരിപക്ഷം 99 സീറ്റോളം LDFന് കിട്ടുമ്പോൾ അതിൽ 12 സീറ്റും 2 സീറ്റ് വെച്ച് ബാക്കി മുഴുവൻ സീറ്റും 11 സീറ്റും ആർക്ക് കിട്ടി? LDFന് കിട്ടി. ജയിച്ച 2 പേര്, ഒന്ന് 9 സീറ്റ്, 9 പണിത CR മഹേഷും മറ്റൊന്ന് കുണ്ടറ PC വിഷ്ണു, രണ്ട് പേര് ജയിച്ചു. ഈ 2 പേർ അവിടെ ജയിക്കുന്നത് CR മഹേഷിൻ്റെ വിജയമാണ്, ഒരു രാഷ്ട്രീയ വിജയം. ഫൈറ്റ് ചെയ്ത് ജയിച്ചതാണ്. അത് കരുനാഗപ്പള്ളി അടുത്ത വർഷ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു വർഷങ്ങളായിട്ട്. അതിന് ആ നിയോജകമണ്ഡലമാണ് വിഷ്ണുനാഥ് ആദ്യം ചെറിയ ഭൂരിപക്ഷത്തിലും പിന്നീട് വൻ ഭൂരിപക്ഷത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി ജയിച്ചത് വിഷ്ണുനാഥാണ്. അപ്പോൾ വിഷ്ണുനാഥിൻ്റെ വിജയം വിഷ്ണുനാഥല്ല, CR മഹേഷ്, വിഷ്ണുനാഥ് ഇപ്പോൾ കുണ്ട്രയിൽ ജയിച്ചിട്ടുണ്ട്. അവർ 2 ഇത്തവണ മത്സരിക്കുന്നു. അതുകൂടാതെ ജയിക്കാൻ ഇനി സാധ്യതയുള്ള മറ്റൊരാൾ ഷിബു ബേബിയാണുണ്ട്. അവിടെ ഉല്ലാസ് കോവൂരുണ്ട്. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ മഹേഷ്, CR മഹേഷ് ഓൾറെഡി നമ്മൾ ജയിച്ച 2 സീറ്റ് അങ്ങ് വിട്ടു. ബാക്കി എക്സ്ട്രാ 2 കിട്ടാൻ ചാൻസ് ഉള്ളത് ഫസ്റ്റ് ഉള്ളത് കുണ്ട്രയിൽ ഷിബു ബേബിയോൺ. അതെന്നാണെങ്കിലും ജയിക്കുന്ന സീറ്റാണ്. കൊട്ടാരക്കരയിലും ഉണ്ട്. കൊട്ടാരക്കര വരുന്നു, ലാസ്റ്റ് വരുന്നു കൊട്ടാരക്കര. അതിന് മുമ്പ്, കൊട്ടാരക്കരയ്ക്ക് മുമ്പ് ഉല്ലാസ് കോവൂർ എന്ന് പറഞ്ഞ സീറ്റുണ്ട്. കോവൂർ കുഞ്ഞുമോൻ ജയിച്ചിരിക്കുന്നതാണ്, ഇടതുപക്ഷ സീറ്റാണ്. പക്ഷേ അവിടെ ഉല്ലാസ് കോവൂർ ജയിക്കാൻ സാധ്യത. കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ അവിടെ ഫൈറ്റാണ്. എതിർവശം മോശക്കാരനല്ല, KN ബാലഗോപാലാണ്, കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയാണ്. അപ്പോൾ അവിടെ ജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആർക്ക്? KN ബാലഗോപാലിനെ എതിർക്കുന്നത് ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച, അതായത് ഗണേഷ് കുമാറിൻ്റെ അച്ഛനെ തോൽപ്പിച്ച, വൻ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച
ഐഷ പൂറ്റിയാണ് മത്സരിക്കുന്നത്. അതെ. രണ്ടാമത് കൊട്ടാരക്കര നിയമമണ്ഡലത്തിലും പത്തനാപുരത്തും വന്നിരിക്കുന്ന വേറൊരു ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് KSRTCയുടെ ജീവനക്കാർ, പ്രത്യേകിച്ച് പെൻഷൻ പറ്റിയവർ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണ് കൊട്ടാരക്കരയും ഈ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയും ഗണേഷ് കുമാറും കൂടെ മത്സരിക്കുന്നു. ഈ കൊട്ടാരക്കരയിൽ ഒരു 7,500-8,000 പെൻഷൻകാർ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് KSRTC കാലാകാലങ്ങൾ. ഈ അവരുടെ സംഘടന അത് CPM-നോട് അഭിമുഖ്യം പുറത്ത്, എന്നാൽ പോലും യാതൊരു കാരണവശാലും പെൻഷൻ കൂടുതൽ കൊടുക്കുന്നതിനല്ല സമയത്ത് കൊടുക്കുന്നതിന് തടസ്സം നിന്ന KN ബാലഗോപാൽ, പെൻഷൻ കിട്ടുന്നതിന് തടസ്സമായിട്ട് നിന്ന KN ബാലഗോപാൽ യാതൊരു കാരണവശാലും ചെയ്യില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാവർക്കന്മാരും അവരുടെ വീടുകളിലുള്ളവരും, ഈ രണ്ട് വിഭാഗം ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന ആ വോട്ടുകൾ ഈ പ്രാവശ്യം നഷ്ടപ്പെടുകയാണ്. ഇത്രയും ഘടകങ്ങൾ കൊണ്ട് തന്നെ എന്തായാലും ഈ കൊല്ലം, കുണ്ടറ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, ചവറ തുടങ്ങിയ ഈ സീറ്റുകൾ നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ചുകൂടെ? UDF തീർച്ചയായിട്ടും ഉറപ്പിക്കാം. ഈ 5 സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അല്ലെ അത്ഭുതങ്ങൾ ഇനി ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ദിവസം അത്ഭുതങ്ങളാണ്, എല്ലാ ദിവസവും അത്ഭുതങ്ങളാണ്. ഇന്നലത്തെ ഒറ്റ പ്രയോഗം കൊണ്ട് എത്ര വോട്ട് പോയി എന്നറിയാൻ പറ്റില്ല. പിണറായി വിജയൻ്റെ 2-3 സ്വഭാവങ്ങളുണ്ടായിരുന്നല്ലോ. പിന്നെ FCR നിയമത്തിൻ്റെ കേന്ദ്ര BJPക്ക് എതിരായിട്ട് വന്നു, ഇവിടെ ഇവർക്കെതിരായിട്ടും വന്നു. ആ സംവാദത്തിന് മാറിയില്ലേ? VD സതീശനുമായിട്ടുള്ള സംവാദത്തെ ഇവിടുത്തെ ഒരു പുതിയ തലമുറ ആത്മാർത്ഥമായിട്ട് ഇത് കാണണം, കേൾക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ 2001 99 സീറ്റാണ് നേടിയത്. വലിയ വിജയമായിരുന്നു. പിന്നീട് ആ വിജയം നേടാൻ പറ്റിയിട്ടുമില്ല, പിന്നീട് കുറഞ്ഞു വന്നു. അപ്പം ഇപ്പോഴും ഈ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളൊക്കെ പുലർത്തുന്ന ഈ ആത്മവിശ്വാസം 100+ പറയുന്നുണ്ട്, 90 സീറ്റോളം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലഭിക്കണമെങ്കിൽ കൊല്ലം, അതേപോലെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളൊക്കെ വളരെയധികം നിർണായകമാണ്. അവിടെ വലിയൊരു സീറ്റ് നേടുമെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം കൊല്ലത്ത് 2001 8 സീറ്റുകൾ നേടി, LDF 3ലേക്ക് താഴ്ന്നു എന്നുള്ളതാണ്. അപ്പൊ നിലവിലിപ്പം നമ്മളിപ്പം പറഞ്ഞത് 5 സീറ്റുകൾ ഉറപ്പാണെന്നുള്ളതാണ്. വേണേ വീണ്ടും കിട്ടാം. അങ്ങനെയാണ്. ഇപ്പോൾ കോട്ടയം ഒരു സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ ഇല്ല. പത്തനംതിട്ട അങ്ങനെ തന്നെ. ആ സീറ്റൊക്കെ തിരിച്ച് പിന്നെ ഇടതുപക്ഷത്തിന് ഈ തെക്കൻ ജില്ലകളിൽ റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന സീറ്റുള്ള ഏക ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ പിന്നെ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാരുണ്ട്, 2 ഹൈക്കമാൻഡ് നേതാക്കന്മാരുണ്ട്, KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുണ്ട്. എന്നിട്ടും അവിടുത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും ആലപ്പുഴ ജില്ല മൊത്തം എടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന് സ്വല്പം അപ്പർഹാനുണ്ട്, മൊത്തം വോട്ട് അപ്പർഹാനുണ്ട്. പക്ഷേ കൊല്ലത്ത് അപ്പർഹാൻഡ് പോയി, വളരെ കുറഞ്ഞു, 5000 താഴെ വോട്ടിലേക്ക് വന്നു. 5000 താഴെ 2500 വോട്ട് വരെ തീർന്നില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നമുക്കൊരു മാനദണ്ഡമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കൊല്ലം ഒരു അസംബ്ലി നിയമമുള്ള നിലവിൽ തദ്ദേശത്തിൽ LDF ആണ് ലീഡിങ്, 6000-ഓളം വോട്ട്. 6000 LDF ലീഡ്. കോർപ്പറേഷൻ പിടിച്ചു, കോർപ്പറേഷൻ കോൺഗ്രസ് പിടിച്ചു. അതെ, കോർപ്പറേഷൻ കോൺഗ്രസ് പിടിച്ചു. കോർപ്പറേഷൻ ചുറ്റുവട്ടമുള്ള ഗ്രാമപഞ്ചായത്തുകൾ LDF. അങ്ങനെയാണ് വോട്ട് വ്യത്യാസം വരുന്നത്. അത് കൊല്ലത്തെ ഈ റിസൾട്ട് ഇനി ഇടതുപക്ഷത്തിന് അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ജില്ല എന്ന് പറയാൻ കണ്ണൂർ പോലും ആ രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം വിമതശൈലി ഏറ്റവും കൂടുതലുണ്ട്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ സുധാകരൻ എഫക്റ്റ് എന്തെന്നും അതും നമുക്ക് അളക്കാൻ പറ്റില്ല. ഇനി അളക്കാനുള്ള മെഷർമെൻ്റ് എല്ലാം LDFന് നെഗറ്റീവാണ്. ആലപ്പുഴ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞു, ഇത്രയും പറഞ്ഞു. പക്ഷേ അവിടെ ഉള്ള ഫാക്ടേഴ്സ് LDFന് നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഓരോ ദിവസം ചെല്ലുന്നവരും മാറി. ബിന്ദു കൃഷ്ണയ്ക്ക് മുകേഷിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നത് മാത്രമാണോ അവർക്കൊരു പോസിറ്റീവായി നിൽക്കുന്ന ഘടകങ്ങൾ? എന്താ ഒരു നേതാവെന്ന നിലയിൽ അവർ അവിടുത്തെ എല്ലാ ബഹുജന സമരങ്ങളിലും മുന്നിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് പേര് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് DCC പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു മോശമല്ലാത്ത അഡ്വക്കേറ്റാണ്, വക്കീലാണ്. പൊതുരംഗത്ത് സ്ഥിരമായിട്ടുണ്ട്. ഏത് സമരരംഗത്തും കൊല്ലത്ത് എന്ത് പരിപാടി നടന്നാലും ഏത് സമരരംഗത്തും പോലീസിനോട് മല്ലടിക്കാനും എല്ലാം മുമ്പിലുണ്ടായിരുന്ന സ്ത്രീയാണ് അവർ. ഓടിപ്പിടിച്ച് വന്നവരല്ല. അത് ആ വെയിറ്റേജ് ഭയങ്കരമാണ്. പിന്നെ 2 പ്രാവശ്യം നിന്ന് തോറ്റയിലുള്ള സഹതാപതരംഗം വരും. അതൊരു പ്രധാനപ്പെട്ട ഘടകം. പല സ്ഥാനാർത്ഥികളും അവസാന റൗണ്ടിൽ രക്ഷപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് കൊല്ലത്ത്. അപ്പോൾ ഈ ഘടകങ്ങൾ ബിന്ദു കൃഷ്ണയെ ജയിക്കാൻ സഹായിക്കും. അപ്പോൾ ആ വോളത്തിൽ ഇപ്പോൾ പുതുതായിട്ടുണ്ടായിരിക്കുന്ന വോളത്തിൽ പ്രതീക്ഷിക്കാതെ ബക്കത്ത് നിൽക്കുന്ന ബ്രിഡ്ജിൽ നിൽക്കുന്ന പല സ്ഥാനാർത്ഥികളും അപ്രതീക്ഷിതമായി UDFന് ജയിച്ചു വരും.